നമസ്കാരം. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ബാറ്റിംഗിൽ പരാജയപ്പെട്ട് വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗ നഷ്ടപ്പെട്ട് സ്വന്തം ആരാധകരുടെ മുന്നിൽ അപമാന ഭാരത്താൽ താഴ്ന്ന മുഖഭാവവുമായി നിൽക്കുന്ന സഞ്ജു സാംസന്റെ ചിത്രം ഇനി നമുക്ക് മറക്കാം. ഇന്ത്യയുടെ ലോകകപ്പ് ടീം പ്രഖ്യാപിച്ചപ്പോൾ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി ലിസ്റ്റിൽ പേരുണ്ടായിരുന്നിട്ടും ആദ്യ മത്സരത്തിൽ റിസർവ് ബെഞ്ചിൽ തന്റെ ഊഴത്തിനായി കാത്തിരുന്ന മലയാളി താരത്തിന്റെ വേദന ഓരോ ആരാധകനും നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അന്ന് നിന്റെ സമയം വരുമെന്ന് സഞ്ജുവിനോട് പറഞ്ഞത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. പിന്നീട് നടന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരുന്നു. USA-ക്കെതിരായ ആദ്യ മത്സരത്തിൽ ബെഞ്ചിൽ സ്ഥാനം. അഭിഷേക് ശർമ്മ അസുഖബാധിതനായതോടെ നമീബിയക്കെതിരെ കളത്തിൽ. ചെറിയ ഇന്നിംഗ്സ് ആയിരുന്നെങ്കിലും ആത്മവിശ്വാസമുണ്ടായിരുന്നു ബാറ്റിംഗിൽ. പിന്നീട് വീണ്ടും ബെഞ്ചിൽ. ഒടുവിൽ എതിർ ടീമിന്റെ ഓഫ് സ്പിൻ കെണി പൊളിക്കാൻ സിംബാബ്വെക്കെതിരായ സൂപ്പർ 8 മത്സരത്തിൽ അവസരം. പിന്നാലെ വെസ്റ്റ് ഇൻഡീസിനെതിരെ നിർണായക മത്സരത്തിൽ 97 റൺസ് എടുത്ത് ഇന്നിംഗ്സ്. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരായ 89 റൺസ്. ഇപ്പോഴിതാ ന്യൂസിലൻഡിനെതിരായ കലാശപ്പോരിലും ഇന്ത്യൻ ബാറ്റിംഗിന്റെ നെടുംതൂണായിരിക്കുന്നു നമ്മുടെ സഞ്ജു. ഈ തിരിച്ചുവരവിന് എന്ത് പേരിട്ട് വിളിക്കണം? മലയാളത്തിന്റെ അഭിമാനം. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലെ താളപ്പിഴകളായിരുന്നു ലോകകപ്പിലെ സഞ്ജുവിന്റെ പ്ലേയിങ് 11-ലെ സ്ഥാനം പോലും ഇല്ലാതാക്കിയത്. കിവീസിനെതിരായ പരമ്പരയിൽ 5 മത്സരങ്ങളിൽ നിന്ന് വെറും 46 റൺസ് മാത്രമായിരുന്നു സമ്പാദ്യം. ഫലമോ ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി, സഞ്ജു ബെഞ്ചിലും. എന്നാൽ ലോകകപ്പിന്റെ അന്ത്യത്തോടടുത്തപ്പോൾ പ്രത്യേകിച്ച് നോക്കൌട്ട് പോരാട്ടത്തിൽ വീറോടെ പൊരുതുന്ന സഞ്ജുവിനെയാണ് കണ്ടത്. ഒടുവിൽ സെഞ്ചുറിയുടെ മാറ്റുള്ള അർദ്ധ സെഞ്ചുറിയുമായി ഇന്ത്യയുടെ കിരീട നേട്ടത്തിലും സഞ്ജു തിളങ്ങി നിൽക്കുന്നു. ഒരുപിടി റെക്കോർഡുകളോടെയാണ് സഞ്ജു ഫൈനലിലേക്ക് ഇന്നിംഗ്സ് പൂർത്തിയാക്കിയത്. വെറും 46 പന്തിൽ നിന്ന് 5 ഫോറുകളുടെയും 8 സിക്സറുകളുടെയും അകമ്പടിയോടെയാണ് സഞ്ജു 89 റൺസ് എടുത്തത്. T20 ലോകകപ്പ് ഫൈനലിലെ ഒരു താരത്തിന്റെ ഉയർന്ന സ്കോറാണിത്. 2016 ഇംഗ്ലണ്ടിനെതിരെ 85 റൺസ് എടുത്ത വെസ്റ്റ് ഇൻഡീസ് താരം മെർലോൺ സാമുവൽസിന്റെയും 2021 ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ 85 റൺസ് എടുത്ത കിവീസിന്റെ കെയ്ൻ വില്യംസിന്റെയും റെക്കോർഡ് സഞ്ജു മറികടന്നു. തുടർച്ചയായി 3-ാം മത്സരത്തിലും 50-ന് മുകളിൽ സ്കോർ ചെയ്തതോടെ മഹേല ജയവർദ്ധനെ, വിരാട് കോഹ്ലി, ബാബർ അസം, KL രാഹുൽ, കുശാൽ മെൻഡിസ്, സാഹിബ് സാദ ഫർഹാൻ എന്നിവരുടെ നേട്ടത്തിനൊപ്പം സഞ്ജുവെത്തി. മാത്രമല്ല കോഹ്ലിക്കും പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദിക്കും ശേഷം T20 ലോകകപ്പിന്റെ സെമിയിൽ ഫൈനലിലും 50-ന് മുകളിൽ സ്കോർ ചെയ്യുന്ന താരമെന്ന നേട്ടവും സഞ്ജുവിന് സ്വന്തമായി. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരമായി സഞ്ജു സാംസൺ മാറി. ഈ ലോകകപ്പിൽ 5 മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജു 24 സിക്സുകളാണ് നേടിയത്. ഇത്രയും സിക്സുകൾ ഒരു ലോകകപ്പിലും ഒരു താരവും നേടിയിട്ടില്ല. ന്യൂസിലൻഡിന്റെ ഫിൻ അലൻ 2-ാം സ്ഥാനത്താണ്. 20 സിക്സുകളാണ് അലൻ നേടിയത്. വെസ്റ്റ് ഇൻഡീസിന്റെ ഷിംറോൺ ഹെറ്റ്മെയർ, പാകിസ്ഥാന്റെ സാഹിബ് സാദ ഫർഹാൻ, ഇഷാൻ കിഷൻ എന്നിവർ പിന്നിലുണ്ട്. എല്ലാവരും ഈ ലോകകപ്പിലാണ് ഇത്രയും സിക്സുകൾ നേടിയത്. നിക്കോളാസ് പുരാൻ, ക്രിസ് ഗെയിൽ, റഹ്മാനുള്ള ഗുർബാസ്, മാർലോൺ സാമുവൽസ്, ഷെയ്ൻ വാട്സൺ, ട്രാവിസ് ഹെഡ്, രോഹിത് ശർമ്മ എന്നിവരെല്ലാം സഞ്ജുവിന് പിന്നിലുണ്ട്. അതേസമയം ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡും സഞ്ജു സ്വന്തം പേരിലാക്കിയിരിക്കുന്നു. വിരാട് കോഹ്ലിയുടെ 12 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് സഞ്ജു മറികടന്നത്. 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസാണ് സഞ്ജു നേടിയത്. ന്യൂസിലൻഡിനെതിരെ ഫൈനലിൽ 46 പന്തിൽ 89 റൺസാണ് നേടിയത്. ഇതോടെയാണ് കോഹ്ലിയെ മറികടക്കാൻ സഞ്ജുവിന് സാധിച്ചത്. 2014 ലോകകപ്പിൽ 319 റൺസ് കോഹ്ലി നേടിയിരുന്നു. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതാണ് സഞ്ജു. 9 മത്സരങ്ങളിൽ 317 റൺസ് നേടിയ കിഷനാണ് 2-ാം സ്ഥാനത്ത്. 77 റൺസാണ് കിഷന്റെ ഉയർന്ന സ്കോർ. 35.22 ശരാശരിയും 193.29 സ്ട്രൈക്ക് റേറ്റും കിഷനുണ്ട്. 3 അർദ്ധ സെഞ്ചുറികളും കിഷന്റെ അക്കൗണ്ടിലായി. സഞ്ജു ആകട്ടെ 5 ഇന്നിംഗ്സുകൾ മാത്രമാണ് കളിച്ചത്. 80.25 ശരാശരി മലയാളി താരത്തിനുണ്ട്.